ഹായ് നമസ്കാരം, എന്തൊക്കെയാണ് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാട് ജില്ലയിൽ തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ളത്. ഇവിടെ നല്ലൊരു 4.5 ഏക്കർ പ്രോപ്പർട്ടി, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. വീടുണ്ട് കേട്ടോ. ഒരു പ്രത്യേകമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ 90% വർക്ക് കഴിഞ്ഞ ഒരു വീടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു കുളമുണ്ട്, വാട്ടർ സോഴ്സ്, അതുപോലെ തന്നെ വ്യൂ പോയിന്റുകൾ, ഫോറസ്റ്റും ആംബിയൻസ് ഉള്ള നല്ലൊരു പറമ്പ് കാര്യങ്ങൾ, ജന്മത്തോട് കൂടി ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴിയാണ് വരുന്ന വഴിയാണ്. ഇതിപ്പോൾ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പക്കയാവും. അവിടം വരെ അതിന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത് കോൺക്രീറ്റ്, പിന്നെ ഇതാണ് കോൺക്രീറ്റും അതുപോലെ ടാറിംഗ് റോഡാണ് വരുന്നത്. പിന്നെ അവിടെ നമ്മൾ നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി, നല്ല പ്രൈവസി കാര്യങ്ങളൊക്കെ നമുക്ക് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രസമുള്ള ഒരു പ്രോപ്പർട്ടി. മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീട്? 1250 സ്ക്വയർ ഫീറ്റ്. 90% വർക്ക് കഴിഞ്ഞ 1250 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്. ഒന്ന് ഈ വീടിന്റെ മുറ്റം കാര്യങ്ങളൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് മോഡലും കാര്യമൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇത് കരയാണ്. നിങ്ങൾ താഴെ തോട് എന്നുള്ളത്, അതായത് നികുതി അടച്ച ഷീറ്റിൽ കര എന്നുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇതിൽ കൂടുതലായിട്ട് നോക്കാനെന്ന് വെച്ചാൽ ഈ 4.5 ഏക്കർ പ്രോപ്പർട്ടി എത്ര ഏക്കർ നിങ്ങൾ കര ഏറെക്കുറെ നമ്മൾ കര പറഞ്ഞ 3 കരയും പിന്നെ ബാക്കിയുള്ള 1.5 ഏക്കർ പിന്നെ വയലുമാണ് ഇതിൽ നിലവിൽ നമ്മളെ കാഴ്ചപ്പാടിലുള്ളത്. നിലവിൽ എന്താക്കുക, ഇതിൽ വേറെ പിന്നെ വയലെന്ന് പറയാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കാപ്പി കാര്യങ്ങളൊക്കെ വയലൊക്കെ വെച്ചിട്ടുള്ളത്. താഴെ കുളമുണ്ട്, കുളത്തിൽ മീൻ വളർത്തുന്നുണ്ട്. നല്ല ഫാം ഹൗസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും റിസോർട്ട് പർപ്പസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജന്മം പ്രോപ്പർട്ടിയാണ്. വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ അതുപോലെ കാട്ടുമൃഗങ്ങളോ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല റെസിഡൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യം വൈബായിട്ടുള്ള ഒരു ഏരിയ ആണ്. വീടിന്റെ പ്ലാൻ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ അല്ലേ? പ്ലാൻ ഒന്ന് അയച്ചു തന്നാൽ മതി. ഞാൻ വീടിന്റെ പ്ലാന് എന്താക്കാം, പിന്നെ നിലവിൽ ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോസോ കാര്യങ്ങളോ ഞാൻ അയച്ചു തരാം. നിലവിൽ വീടിന്റെ ഇതാണ് അവസ്ഥ. വീട് ഇതാ ഈ ഒരു കണ്ടീഷനിലാണ് വീട് വരുന്നത്. ഓക്കെ, കണ്ടോ? ഇതിന്റെ പ്ലാന് കാര്യങ്ങളോ ഇതിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ അലിവേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ അയച്ചു തരാം. ഇതിന് മുകളിലേക്ക് പോയിട്ട് ചെറിയ കുറച്ച് ഒരു വ്യൂ പോയിന്റ് കാര്യങ്ങൾ അതും കൂടി കാണിച്ചു തന്നതിന് ശേഷം വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. അതുപോലെ സുഹൃത്തുക്കളെ, നമുക്ക് വരുന്നത് നമ്മളെ ഈ 4.5 ഏക്കറിൽ ഈ ഒരു ഇത് ഒരു വയല് എന്നുള്ള ഒരു കാഴ്ചപ്പാടും കരയാണ് രേഖയുള്ളത്. പിന്നെ ഇത് നമുക്കൊന്ന് വരുന്നത് ഞാൻ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിന് തൊട്ടപ്പുറത്ത് വരുന്ന ഈ ഒരു ഇതുണ്ടല്ലോ, കണ്ടില്ലേ? ഈ ഒരു അത്യാവശ്യം ഒരു നല്ലൊരു ഇത് വരുന്നതൊക്കെ ഇതൊക്കെ ഒരു പിന്നെ ജന്മം പ്രോപ്പർട്ടി തന്നെയാണ്. കരയാണ്, പരന്ന സ്ഥലമാണ്. വേറെ എന്താ പറയുക, ഒരു കിഡ്സ് പാർക്ക് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഒരു സാധനമാണ് എന്തായാലും. ഓക്കെ, ഇനി ഇതിൻ്റെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ കുറച്ചൊരു ഹൈറ്റിൽ ഞാൻ കയറി. ആ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയിട്ട് നമുക്ക് വരുന്ന ഒരു വ്യൂ ഇതാണ് വരുന്നത് കേട്ടോ. ഇതാണ് വ്യൂ വരുന്നത്. ഇനി കുറച്ചുകൂടി മുകളിലേക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്തൊക്കെ അവിടെ ഉള്ളതെന്നുള്ള കാര്യങ്ങളൊക്കെ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ ഈ പ്രോപ്പർട്ടി വീടിൻ്റെ അവിടെ നിന്ന് മുകളിലെ വശം, അതായത് താഴ്വശം കഴിഞ്ഞാൽ മുകളിലെ വശം ഇതാ തേയിലയാണ് കേട്ടോ. നല്ല തേയില ആംബിയൻസോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു ഇതുണ്ടല്ലേ. തേയില മാത്രമല്ല, പിന്നെ നമുക്കതിൽ ഇതൊക്കെ പ്ലാവൊക്കെ ഉണ്ടല്ലേ. പ്ലാവ്, കുരുമുളക് എല്ലാം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട്. വെള്ളത്തിന്റെ നനക്കാൻ വേണ്ടിട്ട് വെള്ളം എടുക്കുന്നല്ലേ. ഓക്കെ 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 ഓക്കെ. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ലെവലായി ഏറെക്കുറെ അല്ലേ? അവിടെ കുറച്ചുകൂടി കയറ്റുണ്ട്. അപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ആണ് അല്ലേ? കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള തോട്ടം എന്നൊക്കെ പറയാം. പിന്നെ എല്ലാ പരിപാടികളെയും ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പേപ്പറാണ് വരുത്ത്. അപ്പോൾ ഇതിൻ്റെ പേപ്പറിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളത് പറയാനുള്ളത്. ബാക്കിയുള്ള ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. റേറ്റ് കാര്യങ്ങളൊക്കെ എന്താക്കാം സ്ക്രീനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളത്. ഇനി മുകളിലേക്ക് ഇനിയും കാണാനുണ്ട്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ എന്താക്കുക, വരിക, കാണുക. ഇതിൻ്റെ സ്കെച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരും. താല്പര്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടിയിലെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീടിൻ്റെ 1200 സ്ക്വയർ ഫീറ്റിൽ പറഞ്ഞാൽ 1250 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്ടിലെ വീടാണ്. നല്ല മോഡലായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല അതായത് നല്ല പിന്നെ ചെരിഞ്ഞ് മോഡലൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ടൈലിൻ്റെ പണി ഫ്രണ്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ നമുക്ക് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വാതിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഡൈനിങ് ഹാള്, ഹാള് നല്ല അത്യാവശ്യം പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഹാളുണ്ട്. നിലത്തിൽ ടൈലിൻ്റെ പണി തീർന്നിട്ടില്ല, ജനാലിൻ്റെ പണിയൊക്കെ തീർന്നിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റ് കാര്യങ്ങൾ വയറിങ്ങെല്ലാം കഴിഞ്ഞല്ലോ അല്ലേ? വയറിങ്ങെല്ലാം കഴിഞ്ഞു. പിന്നെ ഇത് ഡൈനിങ് ഹാള് വരുന്നത്. ഇതൊരു ഹാള് ഇതാണ് ഇപ്പോൾ ഡൈനിങ് ഹാള് വരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബെഡ്റൂമിൽ പണി കാര്യം ഇപ്പോൾ ടൈല് ചെയ്യാൻ, ടൈലും പെയിന്റ് അടിക്കാനുണ്ട്, വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ഇവിടെ അത് ബാത്റൂം അല്ലേ?
അല്ല 3 അറ്റാച്ച്ഡ് ബാത്റൂം, അതായത് മൂന്ന് 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 റൂം നമുക്കുള്ളത് അല്ലേ അല്ലേ. അതായത് ഇപ്പൊ നമുക്ക് ഇതൊരു റൂമാണ്, ഇതിന്റെ കുട്ടി വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബാത്റൂം ഇതാ. ഓക്കെ, ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. പിന്നെ അപ്പോൾ അത് കുഴപ്പമില്ല, കാണുന്നില്ല, പട്ടി തന്നെ പണിയിട്ടില്ല അല്ലേ. പിന്നെ ഇതാണ് ഇപ്പൊ നമുക്ക് വരുന്നത് അടുത്തൊരു ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡാ? ഓക്കെ, ഇതിലും അറ്റാച്ച്ഡ് ആണ് ബാത്റൂം വരുന്നത്. അപ്പൊ അങ്ങനെ 3 ബെഡ്റൂം, കുഴപ്പമില്ല. അങ്ങനെയാണ് ഇപ്പൊ ഒരു വീടിന്റെ നിലവിലുള്ള നല്ല അടിപൊളി വീടാ കേട്ടോ. പിന്നെ തോട്ടവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെൽ മെയിൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അപ്പൊ അങ്ങനെയാണുള്ളത്. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളെ പറമ്പിലുള്ള തോടാട്ടോ അപ്പോൾ ഈ തോടിനോട് ചേർന്നിട്ട് ചെറിയൊരു കുളമുണ്ട്, നല്ലൊരു അരുവിയുണ്ട്, വെള്ളത്തിൻ്റെയും കാര്യങ്ങളും. ഇപ്പോൾ നല്ല മാർച്ച് മാസമാണ്, ഇപ്പോഴും അത്യാവശ്യം ഈ ഒരു തോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ ഇതിൻ്റെ വെള്ളത്തിൻ്റെ ലഭ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് കണ്ടില്ലേ, അപ്പോൾ അങ്ങനെയാണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി. ഇതാണ് മെയിൻ റോഡ് കേട്ടോ, വണ്ടി നിർത്തിയിട്ടില്ല. ഇതാണ് മെയിൻ റോഡല്ല, പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ കോൺക്രീറ്റ് റോഡ്. ഇതുവരെ കോൺക്രീറ്റ് റോഡുണ്ട്. ഇതിന് തൊട്ട് ചേർന്നിട്ട് മുകളിൽ നല്ല അടിപൊളിയായിട്ടൊരു വീട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഇങ്ങോട്ടേക്കാണ് നമ്മൾ അതായത് തലപ്പുറം നിന്ന് വരുമ്പോൾ വലത് സൈഡിലേക്കാണ് ഒരു പ്രോപ്പർട്ടി ഉള്ളത്. കണ്ടില്ല, ഇതാണ് നമ്മുടെ റോഡിൽ നിന്നാണ് ഞാൻ വീട് എടുക്കുന്നത്. അപ്പോൾ ഈ റോഡിന് നേരെ അങ്ങോട്ടേക്ക് കാണുന്ന വീടുണ്ടല്ലോ. ഓക്കെ.